ഹലോ ഗൈസ്, ഞാനിപ്പോൾ പോകാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കോട്ടയിലേക്കാണ്. 1505 ഇത് പണി കഴിപ്പിച്ചത്. പോർച്ചുഗീസുകാരാണ് പണി കഴിപ്പിച്ചത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. നമസ്കാരം പ്രേക്ഷകരെ, എല്ലാവർക്കും കണ്ണൂരിൻ്റെ സ്വന്തം സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ണൂരേക്കൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട്. 1505 പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമാഡയാണ് ഇത് പണി കഴിപ്പിച്ചത്. പോർച്ചുഗീസുകാർ ഈ കോട്ട പിടിച്ചെടുത്തെങ്കിലും 1663 ഡച്ചുകാർ ഈ കോട്ട പിടിച്ചടക്കി. പിന്നീട് ഡച്ചുകാർ ഇത് അറക്കൽ രാജവംശത്തിന് വിറ്റു. പിന്നീട് 1790 ഇത് ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയും അവരുടെ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. കേരളത്തിന്റെ ചരിത്ര ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനമുള്ള ഒരു കോട്ടയാണ് കണ്ണൂർ കോട്ട അഥവാ സെന്റ് ആഞ്ചലോസ് കോട്ട. അറബിക്കടലിനെ നോക്കി തലയുയർത്തി നിൽക്കുന്ന ഈ കോട്ട മുഴുവനായി നിർമ്മിച്ചിരിക്കുന്നത് വെട്ടുകല്ലിലാണ്.